അല്പസമയം മുൻപാണ് നമ്മയൊക്കെ തന്നെ നടുക്കുന്ന ഈ വാർത്ത പുറത്തു വരുന്നത്. കള്ളാടി ഒപ്പം തന്നെ മീനാക്ഷിപുരം പാതയിൽ ഒരു പാലം തന്നെ തകർത്തുകൊണ്ട് മണ്ണിടിഞ്ഞു വീണത്. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് നീക്കിവെച്ച കുന്നുകൂട്ടിയിട്ടിരുന്ന ടൺ കണക്കിന് മണ്ണാണ് മലവെള്ളത്തിനൊപ്പം ഒലിച്ചു വന്ന് റോഡിലേക്ക് പതിച്ചത്. ശക്തമായി വന്ന് പതിക്കുകയായിരുന്നു. ഒരു വലിയ ബസ് അടക്കം തെറിച്ച് തകരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ജനങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ച് ഓടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അതിൽ കൂടുതൽ തൊഴിലാളികൾ കുടുങ്ങിക്കിടപ്പുന്നുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഏറ്റവും ആശ്വാസകരമായ വാർത്ത, അതിൽ ഒരു ജനവാസ മേഖലയിലേക്ക് ഈ ദുരന്തം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ തൊഴിലാളികൾ എത്ര പേർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. ഒപ്പം തന്നെ റോഡിലൂടെ ആ സമയം പോയിരുന്ന വാഹനങ്ങൾ അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ 2 മന്ത്രിമാർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. AP അനിൽകുമാറും T സിദ്ദിഖും അടിയന്തരമായി അവിടെ എത്തുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ ആ പ്രദേശത്തേക്ക് വിന്യസിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദൃശ്യങ്ങൾ ഈ സമയം പുറത്തു വരുന്നു. മീനങ്ങാടിൽ നിന്നും NDRF ടീം തിരിച്ചെന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലിരുന്ന വിവരങ്ങൾ. 3 ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മണ്ണിൽ പുറഞ്ഞു കിടന്ന മനുഷ്യരെ അടക്കം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് കണ്ടതാണ്. ഇവരൊക്കെ തന്നെയും ജീവനോട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ആംബുലൻസിൽ നിന്നടക്കം ഈ രക്ഷപ്പെടുത്തുന്നവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ ഇപ്പോൾ ഉള്ളവർ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണോ വേണ്ടത്? കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നത് രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കി മാറ്റും. അതൊരു നേരിയ പാതയാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് അടക്കം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത്. അതിനായി വഴിയൊരുക്കുക എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്. രക്ഷാപ്രവർത്തനം പ്രാദേശിക തലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. NDRF സംഘം കൂടി അവിടേക്ക് എത്തുന്നു. എത്ര മനുഷ്യർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് കണക്കെടുക്കുന്നുണ്ട്. ഒരു ബസ് പൂർണ്ണമായി പുരഞ്ഞ് ഈ ദുരന്തത്തിനിടയിൽപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിവിധ പോയിന്റുകളായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകരുടെ വിന്യാസത്തോടു കൂടിയുള്ള ദൗത്യമാണ് മുന്നിലുള്ളത്.